Okay, Jino sir, officer and dear interns, good morning to everyone. Today also we'll be continuing on the same subject, that is discharge of contract. And for the same, as always, we have Jino sir with us. So I request Jino sir to start the session, and I request all of you to listen and actively be here. So Jino sir, please. Thank you. Thank you, Divya. Good morning, everyone. രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലേ? Good morning, sir. Good morning, sir. Good morning, sir. വെരി ഗുഡ്. രാവിലെ വളരെ നേരത്തെ ക്ലാസ് വെക്കുമ്പോൾ നമുക്ക് പല പ്രയോജനങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ മതി. മീൻസ് രാവിലെ എഴുന്നേക്കണം, അതൊരു പാടാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് എസ്കേപ്പ് ആകാം. നമ്മുടെ ദിനചര്യകളൊന്നും പ്രത്യേകിച്ച് നടത്തണമെന്ന് നിർബന്ധമില്ല, അല്ലേ? ഇത്തിരിയുടെ നേരത്തെ ഞാൻ നീലിമ മാഡത്തിനോട് പറഞ്ഞാണ്, ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നീലിമ മാഡം പറഞ്ഞു ഇല്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ 8:30 വെച്ചത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത് പൊക്കോണ്ടിരുന്ന പോർഷൻസിലേക്ക് വരാം. ഈശ്വര, എന്റെ സ്ക്രീൻ കിട്ടുന്നുണ്ടോ? പ്രസന്റേഷൻ മോഡിലല്ല അല്ലേ? അല്ല സർ, പക്ഷെ കാണാം. ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സഫി സാർ എന്നോട് പറയാൻ അറിയിച്ചിട്ടുണ്ട്. അത് ലെറ്റ് മീ ഷെയർ വിത്ത് യു ദാറ്റ് ഫസ്റ്റ്, ദെൻ ഐ വിൽ കം ടു മൈ പോർഷൻ. ഓക്കെ, സാറ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, നമ്മളുടെ വീഡിയോസ് ഇനി മുതൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യത്തില്ല. ഹോപ്പ് യു ഓൾ ഓഫ് യു ആർ ആക്സസിങ് ദാറ്റ് LMS. സോ LMSന്റെ പ്ലാറ്റ്ഫോമിൽ മാത്രമായിരിക്കും ഇനി മുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി തിങ്സ് വിച്ച് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു. അപ്പം അതുകൊണ്ട് എല്ലാവരും തന്നെ LMS പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, ആക്സസ് ചെയ്ത് ഉറപ്പുവരുത്തുക. ഇനി യൂസർ നെയിമോ പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ എഡിറ്റേഴ്സുമായിട്ട് സംസാരിക്കുക. ദേ വിൽ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് യു ദാറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, 25 കേസസ് എഡിറ്റേഴ്സിനോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എഡിറ്റേഴ്സ് with their supervisors help, they have to collect 25 case laws. സൂപ്പർവൈസേഴ്സും എഡിറ്റേഴ്സും കൂടിയിട്ട് അത് ഫൈനലൈസ് ചെയ്യുന്നത് റിസോഴ്സ് പേഴ്സൺസ് ആണ്. ദാറ്റ് മീൻസ് സൂപ്പർവൈസേഴ്സ് ഇനിഷ്യേറ്റീവ് എടുക്കുക, എഡിറ്റേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യുക. എഡിറ്റേഴ്സ് ഫർദർ അത് സൂപ്പർവൈസേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് റിസോഴ്സ് പേഴ്സൺസിന് കൊടുക്കുക. ഫൈനലൈസ് ചെയ്ത് വരുന്നത് അറൌണ്ട് 25 കേസസ് ആയിരിക്കണം. ആ കേസസ് അതാത് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കൊടുക്കുകയും ആ ഗ്രൂപ്പ് അതിന് ആ 25 കേസസിന് 25 എന്ന് പറയുന്നത് ഒരു മിനിമം ലിമിറ്റ് ആണ്, മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. ആ കേസസ് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആ കേസിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഉണ്ടാക്കുകയും വേണം. അതായത് കേസ് ടൈറ്റിൽ ഓഫ് കേസസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് എഡിറ്റേഴ്സിനോട് സൂപ്പർവൈസേഴ്സിനോടും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ റിസോഴ്സ് പേഴ്സൺസ്. ആ ഒരു കേസ് ടൈറ്റിൽസിന്റെ ആ ഒരു കേസിനെ ബ്രീഫ് മെമ്പേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ബ്രീഫ് നമ്മൾ LMSന്റെ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ദർ വിൽ ബി ഓരോ സബ്ജക്റ്റിനും അങ്ങനെ ഒരു 25 കേസസ് എങ്കിലും മിനിമം വന്നു കഴിയുമ്പോൾ അറൌണ്ട് 250 കേസസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ് ടു സ്റ്റഡി ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ യുവർ എക്സാംസ് ഓൾസോ. കൂടാതെ എക്സാംസ് LMS പ്ലാറ്റ്ഫോമിൽ ലോ എക്സാംസിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എക്സാംസ് അതാത് സമയത്ത് എടുത്തു പോവുക. നിങ്ങൾ എത്ര എക്സാം എടുക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണ വി ഹാവ്.
സോ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ഇനാക്റ്റീവായിട്ടിരിക്കുന്നവരെ അതിൻ്റെ സമയക്രമം അനുസരിച്ച് മാറ്റി നിർത്തുന്നതാണ്. അപ്പം ആക്റ്റീവായിട്ട് തന്നെ ഈ ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യുക. അതാണ് നമുക്ക് ആവശ്യം, നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് ആവശ്യം. സോ എനി ഡൗട്ട്സ്? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ ഉറക്കത്തിലാണോ, നിങ്ങൾ ഉറക്കത്തിലാണോ? Yes sir, very good. So we will go ahead with our class. നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന പോർഷൻസ് നമുക്ക് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ആണ് പറഞ്ഞത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് നമുക്ക് ഏതെല്ലാം വിധത്തിൽ സാധിക്കും? മേ ഗെറ്റ് യുവർ ആൻസേഴ്സ്. ഏതെല്ലാം വിധത്തിലാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് നടക്കുക? By breach, by innovation. Then സഹന പുതിയ സ്റ്റുഡന്റ് ആണോ? സഹന സാർ ഞാൻ കുറച്ചായി ജോയിൻ ചെയ്തിട്ട്. Okay, fine. Anybody else? Yeah, thank you Sahna. Good. Anybody else? ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും? ഡിഫറെന്റ് ടൈറ്റിൽസ് വി ഡിസ്കസ്. ടൈറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി. അത് അത്രമാത്രം വലിയൊരു പോർഷൻ തന്നെയാണ്. നമ്മൾ ഒരു പക്ഷെങ്കിൽ സഫിസാറൊക്കെ ക്ലാസ്സിലെടുക്കുമ്പോൾ ഒരു 10 ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ 15 ക്ലാസ് കൊണ്ടോ തീർക്കുന്ന പോർഷനാണത്. നമ്മൾ 2-3 ക്ലാസ് ഒക്കെ ആയിട്ടുള്ളൂ എങ്കിൽ കൂടി. ഏതൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത പോർഷൻസ് എന്നുള്ളത്? ഏതൊക്കെ ടൈറ്റിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? എങ്ങനെയെല്ലാമാണ് ഡിസ്ചാർജ് നടക്കുന്നത്? So by performance, by operation of law, by agreement, by frustration, by breach, all this. Yeah, fine. Thank you. By I would like lapse to of hear time. from you. I would like to hear from the new students also. Recent ആയിട്ട് ജോയിൻ ചെയ്തവരിൽ നിന്നും I would like to listen to you. നിങ്ങളുടെ ഉത്തരങ്ങളും കേൾക്കാൻ ആഗ്രഹമുണ്ട്. So you can also share your thoughts. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലോ you can ask me at that same time itself. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ആണ്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ടിനെ നമുക്ക് വേരിയസ് ടൈറ്റിലുകളിൽ എടുക്കാം. നമ്മളത് പല ആവർത്തി പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട ടൈറ്റിലുകളെ നമുക്ക് ഇങ്ങനെ എടുക്കാം: ബൈ പെർഫോമൻസ്, ബൈ എഗ്രിമെന്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മൈ സ്ക്രീൻ. Then by operation of law, then material alteration, by supervening impossibility, by breach. ഇതിനകത്ത് ഏകദേശം ആദ്യത്തെ എല്ലാ പോയിന്റ്സും തന്നെ നമ്മൾ കവർ ചെയ്തു. ഇന്ന് what I want to discuss with you is discharge of contract by supervening impossibility or performance. Supervening impossibility or frustration of contract. This particular principle is coming with the section 56 of Indian Contract Act. So section 56 എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. So can anyone read section 56? Bear Act ഉണ്ടോ കയ്യില്? How many of you have Bear Act with you? സെക്ഷൻ 56 നമ്മുടെ പുതിയ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആരെങ്കിലും ഒരാളൊന്ന് വായിക്കുമോ? സഹന, can you read section 56? Yes sir. Agreement to do impossible act. Sir, can you hear me? Yeah, yes. Section 56 of Indian Contract Act. Agreement to do impossible act. An agreement to do an act impossible in itself is void. Sir, full വായിക്കട്ടെ? Fine, that's enough. Agreement to do an impossible agreement to do impossible act. So an agreement to do an act impossible in itself is void. So that is the first para. And second,
Anybody, any others? ബെയറാക്ട് ഉണ്ടോ എല്ലാവരുടെയും കയ്യില്? ബെയറാക്ട് ഇല്ലെങ്കിൽ ഉടനെ തന്നെ ബെയറാക്ട് ഓപ്പൺ ചെയ്യുക അടുത്ത വിൻഡോയിൽ. ദെൻ യു ലുക്ക് അറ്റ് യുവർ ബെയറാക്ട് ഓൾസോ. അല്ലെങ്കിൽ ഒരു ബെയറാക്ടിന്റെ കോപ്പി എപ്പോഴും ഹാർഡ് കോപ്പി തന്നെ കയ്യിൽ വെക്കുക. ദെൻ മാർക്ക് ഇറ്റ് ദെയർ ഇൻ യുവർ ബെയറാക്ട് ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്റ്റഡി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ബാക്കിയുള്ള സബ്ജക്ട്സിനെ പറ്റിയിട്ട് അതാത് ഫാക്കൽറ്റീസ് പറയുന്ന ഡയറക്ഷൻസ് കേൾക്കുക. For me, for contract laws, you must have a beract with you, mandatory. Next one is another important thing is an authority book should be there with you. That is also mandatory. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ബെയറാക്ട് ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് വായിച്ചു പോവുക, സെക്ഷൻസ് മനസ്സിലാക്കുക, സെക്ഷൻസിന്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഫർദർ ഒരു അതോറിറ്റി ബുക്കെങ്കിലും റീഡ് ചെയ്യുക. ഐ റെക്കമെൻഡ് യു പൊള്ളോക്ക് ആൻഡ് മുല്ല. Or otherwise, if you have any other books you are following, you follow it regularly. Other proper ആയിട്ട് വായിച്ചു പോവുക. Then only you will be able to understand the exact sense of these sections. Sections മനസ്സിലായാൽ കൂളായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പോർഷൻസ് കവർ ചെയ്യുകയും ചെയ്യാം. സെക്ഷൻ 56ന്റെ ഫസ്റ്റ് പാര, 3 പാരയാണ് സെക്ഷൻ 56-നുള്ളത്. ഈ 3 പാരയും പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഈ 3 പാരയും 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് അല്ലെങ്കിൽ 3 കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളോട് ഇതുമായിട്ട് ചേർത്ത് അവതരിപ്പിക്കുന്നു. അതിൽ ഒന്നാമത് ഇമ്പോസിബിൾ ആക്ട്, എഗ്രിമെന്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്. Most of you, all of you must have covered Indian Contract Act in your curriculum, I believe. So already you learned this particular portion in your program. അതുകൊണ്ട് ഈ ഒരു സെക്ഷന്റെ പ്രാധാന്യം കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ ഇതിനെ ഒന്ന് റിവൈസ് ചെയ്യുകയും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് വി വിൽ ഗോ വൺ ബൈ വൺ. അതർ തിങ്സ് ഓൾസോ വി നീഡ് ടു കവർ. നമുക്ക് ഇന്നുകൊണ്ട് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് നല്ലൊരു രീതിയിൽ കവർ ചെയ്യാൻ സാധിക്കണം. വി ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. സോ നമ്മൾ രണ്ടാമത്തെ പാരയിലേക്ക് വരുമ്പോൾ, എനിബഡി എൽസ് ഈസ് റെഡി ടു റീഡ്? നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി പോയി, ഞാൻ തന്നെ റെഡി ചെയ്യുക. കോൺട്രാക്ട് ടു ഡു ആൻ ആക്ട്, to do act afterwards becoming impossible or unlawful. A contract to do an act which after the contract is made becomes impossible or by reason of some event which the promisor could not prevent unlawful becomes void when the act becomes impossible or unlawful. So contract to do act afterwards becomes impossible or unlawful. So becomes impossible or unlawful. ഒരു ആക്ട് ഉണ്ട്, അത് എന്താണെന്ന് പറയുന്നില്ല, പക്ഷേ ഇറ്റ് ബിക്കെയിം ഇമ്പോസിബിൾ ഓർ അൺലോഫുൾ. പിന്നീട് അത് ഇമ്പോസിബിൾ ആകുകയോ അൺലോഫുൾ ആകുകയോ ചെയ്തു. മൂന്നാമത്തെ പാര, കോമ്പൻസേഷൻ ഫോർ ലോസ് ത്രൂ നോൺ പെർഫോമൻസ്. എനിബഡി എൽസ് ഈസ് ദെയർ ടു റീഡ്? മൂന്നാമത്തെ പാര ആരെങ്കിലും റീഡ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങളുടെ സ്ക്രീനിൽ കിടപ്പുണ്ട്, ഇനി ബെയറാക്ട് ഇല്ലെങ്കിലും. Sahana is ready. Yes, Sahana. Compensation for loss through non-performance of act known to be impossible or unlawful. Yeah. So compensation ന്റെ കാര്യം കൂടി അവിടെ പറഞ്ഞിരിക്കുകയാണ്. Where one person has promised to do something which he knew or with reasonable diligence might have known and which the promisee did not know to be impossible or unlawful, such promisor must make compensation to such promisee for any loss which such promisee sustains through the non-performance of the promise. So through the non-performance of the promise, എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അവിടെ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് കൂടി പാര 3 പറഞ്ഞു വെക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നോക്കി പോകാം. സോ സെക്ഷൻ 56ന്റെ ഫസ്റ്റ് പാര, സെക്ഷൻ 56ന്റെ ഫസ്റ്റ് പാര പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹിയർ ഇറ്റ് ഈസ് an agreement to do an impossible act in itself is void. So ഇതിനെ നമുക്ക് ഒരു നട്ട്ഷെൽ ആയിട്ട് അതിന്റെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുള്ളതിനെ ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് പാര എന്ന് പറയുന്നത് ഇമ്പോസിബിലിറ്റി ആണ്. സോ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇല്ലുസ്ട്രേഷൻ എ തന്നെയാണ്. ഇല്ലുസ്ട്രേഷൻ എ, എനിബഡി എൽസ് അതർ ദാൻ സഹന? പുതിയൊരു വോയിസ് കേൾക്കാൻ ഇല്ലേ ഇവിടെ?
Sir, may I? Yes, madam. Okay. A agrees with B to discover treasure by magic. The agreement is void. Yeah, Aditya, madam. So, agreement to do an impossible act in a nalla example illustration A. A agrees with B to discover treasure by magic. The agreement is void. So, an impossible act ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു agreement enter ചെയ്യുകയാണ്. So, an agreement to do an act impossible in itself is void. To treasure by magicിലൂടെ ട്രഷർ കണ്ടെത്താൻ, to discover treasure എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബൈ മാജിക്കിലൂടെ നമ്മൾ പറയുമല്ലോ, ചുട്ട കോഴിയെ പറപ്പിക്കുന്ന പരിപാടി. സോ ദാറ്റ് ഈസ് സംതിങ് വോയിഡ്, ഇമ്പോസിബിൾ ആണ്. സോ that is covered under para 1, first para of section 56. So section 56 ന്റെ first para ഇത് അവിടെ കവർ ചെയ്യുന്നു. സെക്കൻഡ് പാരയിലേക്ക് വരുമ്പോഴാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് മാറ്റർ വാട്ട് ഈസ് വി ആർ ഡിസ്കസിംഗ് ദ ഇമ്പോസിബിലിറ്റി, സൂപ്പർ മീനിങ് ഇമ്പോസിബിലിറ്റി ഓർ ഇല്ലീഗാലിറ്റി ഈസ് കമ്മിങ് ദ അണ്ടർ സെക്ഷൻ 56 second para. So section 56 in the second para, which we already saw, the contract to do act afterwards becoming impossible or unlawful. A contract to do an act which അതിന്റെ ഓരോ കോമ ആയിട്ടിരിക്കുന്ന ഭാഗവും പല ഭാഗങ്ങളായിട്ട് നമ്മൾ അതിനെ ഒന്ന് ബൈഫ്രിക്കേറ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിച്ചു നോക്കാം. എ കോൺട്രാക്ട് ടു ഡു ആൻ ആക്ട് വിച്ച് ആഫ്റ്റർ ദ കോൺട്രാക്ട് ഇസ് മെയ്ഡ്. സോ ദ കോൺട്രാക്ട് ഇസ് ഓൾറെഡി മെയ്ഡ്. ആ കോൺട്രാക്ട് ഇല്ലീഗൽ ആണെന്നോ ഇമ്പോസിബിൾ ആണെന്നോ അല്ല പറയുന്നത്, ബട്ട് ദാറ്റ് എ കോൺട്രാക്ട് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. സോ after which the contract is made becomes impossible or by reason of some event which the promisor could not prevent, unlawful becomes void and the act becomes impossible or unlawful. So after the contract is made, already existing in our contract now becomes impossible or by reason of some event which the promisor could not prevent. So it becomes impossible or by reason of some event which the promisor could not prevent. Promise ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കാത്ത എന്തോ ഒരു കാര്യം കൊണ്ട്, so that could not prevent, unlawful becomes void when the act becomes impossible or unlawful. അങ്ങനെ ഇമ്പോസിബിൾ ആകുന്നതോ അല്ലെങ്കിൽ അൺലോഫുൾ ആകുന്നതോ ആയ ഒരു സംഗതിയെ, ഒരു കോൺട്രാക്ടിനെയാണ് നമ്മൾ ഇവിടെ സെക്ഷൻ 56ന്റെ സെക്കൻഡ് പാരയിൽ കാണുന്നത്. So second para of section 56 is what we are discussing about the supervening impossibility or the doctrine of supervening impossibility, and also we call it with the name doctrine of frustration. ഇവിടെ തന്നെ പറയാമല്ലോ, ഈ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന വേർഡ് ഏത് ജൂറിസ്ഡിക്ഷനിലാണ് ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്? എനിവൺ? നമ്മൾ ഫോളോ ചെയ്യുന്ന, സാധാരണ നമ്മൾ എല്ലാ സെക്ഷനുകളിലും അല്ലെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് ജനറലി നമുക്ക് പറയാവുന്ന, ഇന്ത്യൻ ലോസിന് ജനറലി നമുക്ക് പറയാവുന്ന, നമ്മൾ എപ്പോഴും കടമെടുത്തുകൊണ്ടിരിക്കുന്ന UK ലോസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു തിയറിയാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. ആ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ടേം യൂസ് ചെയ്യുന്നത്, ഏറ്റവും അധികവും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് UK-ലാണ്. വെൻ വി ടുക്ക് ഇറ്റ് ഇൻ ദ ഫോം സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നതിനെ പറയുന്നെങ്കിലും നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടൈറ്റിലിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. അതായത് യഥാർത്ഥത്തിൽ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എങ്ങനെയാണോ UK-ൽ, അതിനെ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടില്ല. അതിന് പല ഡിഫറൻസസും നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻ ഡീറ്റെയിൽ നിങ്ങൾ ഒരു അതോറിറ്റി ബുക്ക് എടുത്ത് വെച്ചിട്ട് വായിക്കുക. നമ്മൾ അതിന്റെ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും പറഞ്ഞു പോവുക. സോ കോൺട്രാക്ട് അൺഎൻഫോഴ്സിബിൾ, ഇവിടെ സെക്കൻഡ് പാരയിലെ പ്രത്യേകത, ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് ആ കോൺട്രാക്ട് ബിക്കേം അൺഎൻഫോഴ്സിബിൾ. അപ്പൊ ആ കോൺട്രാക്ട് എല്ലാം കൊണ്ടും പൂർണ്ണമായ ഒരു കോൺട്രാക്ട് ആണ്, അല്ലാതെ അതിനെ ഏതെങ്കിലും ഒരു വിഷ്വേറ്റിംഗ് ഫാക്ടർ അഫക്ട് ചെയ്തതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബാധിച്ചതായ ഒരു കോൺട്രാക്ട് അല്ല. ഒരു എക്സാക്ട് ഒരു എല്ലാ ക്യാരക്ടേഴ്സും ഉള്ള ഒരു കോൺട്രാക്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ബിക്കെയിംസ് പ്രോമിസ് എന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കാതെ ഇരുന്ന എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ബിക്കെയിം ഇമ്പോസിബിൾ ഓർ ഇറ്റ് ബിക്കെയിം അൺലോഫുൾ. ഇത് രണ്ടും നമുക്ക് അറിയാം. ഇമ്പോസിബിളും ഇല്ലീഗാലിറ്റിയും രണ്ടാണ്. So impossibility can happen because even though that is legal, but still it can be an impossible. ആ സബ്ജക്ട് മാറ്ററെ നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുമ്പോൾ that becomes impossible. And illegality, by legal
by way of law it became impossible or it became illegal. ഒരു വാർ വന്നു അല്ലെങ്കിൽ ആ ഒരു സംഗതിയെ പറ്റിയിട്ട് ഉള്ള ലോസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. നൗ ദെൻ ഓൺവേർഡ്സ് ഇറ്റ് ബിക്കെയിം ഇമ്പോസിബിൾ. നാളെ മുതൽ ടുബാക്കോ സെയിൽ നടത്തുന്നത് ഇല്ലീഗൽ ആണ് എന്നൊരു ലോ വരികയാണ്. ദാറ്റ് ബിക്കെയിംസ് ലൈക്ക് ഇന്ന് വരെ എൻറ്റർ ചെയ്തൊരു നാളെ മുതൽ അങ്ങനെ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞാൽ സോ ദാറ്റ് ക്യാൻ ബിക്കം ആൻ ഇല്ലീഗൽ transaction and it became frustrated എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയി ഇല്ലീഗൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം. So that is coming under section 56 para 2. ഇവിടെ നമുക്ക് രണ്ട് ഇല്ലുസ്ട്രേഷൻസ് പ്രധാനമായിട്ടും നോക്കാം. അത് ഇല്ലുസ്ട്രേഷൻ ബിയും സിയുമാണ്. Anyone? Sir, may I? Yeah, Hello? please. Okay. A and B contract to marry each other. Before the time fixed for the marriage, A goes mad. The contract becomes void. This is the second illustration. Yeah, C also. Anjuma. Okay. A contracts to marry B, being already married to C and being forbidden by the law to which he is subject to practice polygamy. A must make compensation to B for the loss caused to her by the non-performance of his promise. Yeah, so fine. So A contract to B, A and B contract to marry each other. A and B kalyanam കഴിക്കാൻ തീരുമാനിച്ചു. And before തീരുമാനിക്കുകയല്ല, എഗ്രിമെന്റിലായി. And before the time fixed for the marriage, A goes mad. അതിനിടയ്ക്ക് A he lost his control. He became mad. And the contract becomes void. നമുക്കറിയാം, മാഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ കോൺട്രാക്ട് അങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഹി കുഡ്ന്റ് മാരി ഓൾസോ. ആൻഡ് സെക്കൻഡ് തിങ്, ക്ലോസ് ഇല്ലുസ്ട്രേഷൻ സിയിലേക്ക് വരുമ്പോൾ എ കോൺട്രാക്ട് ടു മാരി ബി ബീങ് ഓൾറെഡി മാരീഡ് ടു സി. ഓൾറെഡി ബി സിയോട് മാരി ചെയ്തിട്ടുള്ള ആളാണ്. സോ സെക്കൻഡ് മാരേജിനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ആൻഡ് ബീങ് ഫോർബിഡൻ ബൈ ദ ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്ട് ടു പ്രാക്ടീസ് പോളിഗമി. So അദ്ദേഹത്തിന് പോളിഗമി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കത്തില്ല. And A must make compensation to B for the loss caused to her by the non-performance of his promise. So A contracts to marry B, being already married to C, and being forbidden by law to which he is subject to practice polygamy. And A must make compensation to B for the loss caused to her by the non-performance of his promise. So അങ്ങനെ ഒരു നോൺ പെർഫോമൻസ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു നോൺ പെർഫോമൻസിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. So the compensation for loss through non-performance of act known to be impossible or unlawful ഇതാണ് തേർഡ് പാര എക്സ്പ്ലെയിൻ ചെയ്തത്. So compensation for loss through non-performance of act known to be impossible or unlawful, where one person has promised to do something which he knew, അദ്ദേഹത്തിന് അറിയാമായിരുന്നു, or with reasonable diligence might have known, and which the promisee did not know. ഇവിടെ പ്രോമിസിക്കാണ് അറിഞ്ഞുകൂടാത്തത്. And to be impossible or unlawful, such promiser must make compensation to such promisee for any loss which the promisee sustains through the non-performance of the promise. So ഇവിടെ ഒരു ഘടകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ പ്രോമിസിക്ക് did not know, and the promiser was having a knowledge about it. And so where one person has promised to do something which he knew or with reasonable diligence might have known, and which the promisee did not know. So promisee അറിഞ്ഞുകൂടായിരുന്നു, എന്നാൽ പ്രോമിസറിന് അയാളുടെ റീസണബിൾ ഡെലിജൻസ് കൊണ്ട് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അറിയുമായിരുന്നു, അല്ലെങ്കിൽ അറിയാൻ സാധ്യതയുണ്ടായിരുന്നു. And to be impossible and unlawful, ആ ഒരു സംഗതി ഇമ്പോസിബിൾ ആവുകയോ അൺലോഫുൾ ആവുകയോ ചെയ്യുമെന്ന്. And such a promiser must make compensation to promisee. അങ്ങനെ നോളജ് ഉള്ള ഒരു പ്രോമിസറിനെ സംബന്ധിച്ചിടത്തോളം he is liable to make compensation to promisee for any loss which such promisee sustains through the non-performance of the promise. അങ്ങനെ ഉണ്ടാക്കിയ ആ പ്രോമിസ് കൊണ്ട് അയാൾക്ക് എല്ലാ നോളജും ഉണ്ടായിരുന്നു, ഇത് തീർച്ചയായിട്ടും ഇമ്പോസിബിൾ ആകും അല്ലെങ്കിൽ അൺലോഫുൾ ആകുമെന്ന്. എന്നിട്ട് അയാൾ പ്രോമിസിയെ അങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അയാൾ കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് പ്രോമിസറും പ്രോമിസിയും തമ്മിലുള്ള പാരാ 3യിലെ റിലേഷൻഷിപ്പ്. അത് ഇന്റൻഷനലി ആണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ കോമ്പൻസേഷൻ കൊടുക്കാൻ
അയാൾ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ബാക്കിയുള്ള ഇല്ലുസ്ട്രേഷൻസിലേക്ക് പോകാനുള്ള സമയം നമുക്കില്ല. സോ അത് കോൺസിക്വൻസസ് ക്ലോസ് ഇല്ലുസ്ട്രേഷൻ ഡിയും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, എ കോൺട്രാക്ട് ടു ടേക്ക് ഇൻ കാർഗോ ഫോർ ബി അറ്റ് എ ഫോറിൻ പോർട്ട്, A's government afterwards declares war against the country in which the port is situated. The contract becomes void when war is declared. So, contract avade void avugayana, and a contract to act a theatre for 6 months in consideration of a sum paid in advance by B on several occasions. A is too ill to act. The contract to act on these occasions becomes void. ഇത്രയുമാണ് അതിൻ്റെ താഴെയുള്ള ഇല്ലുസ്ട്രേഷൻസ്. ആ 3 പാരായും ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഓർ illegality. This is one of the subtitles which we are studying under the discharge of contract. അത് doctrine of frustration equivalent ആയിട്ടുള്ള ഒരു doctrine ആണ്. Doctrine of frustration എന്ന് പറയുന്നത് UK ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന ഒരു doctrine ആണ്. അതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഓർ ഇല്ലീഗാലിറ്റി. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇല്ലീഗാലിറ്റി എന്നും ഇമ്പോസിബിലിറ്റി എന്നും രണ്ടായിട്ട് അതിനെ തരം തിരിക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് പാരയില് ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുള്ളത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ദ ആക്ട് ബിക്കംസ് ഇമ്പോസിബിൾ. അവിടെ ആ ആക്ട് ഇമ്പോസിബിൾ ആയി. ആൻഡ് ഫോർ റീസൺസ് ഓഫ് സം ഇവന്റ് വിച്ച് ദ പ്രോമിസർ കുഡ് നോട്ട് പ്രിവെന്റ്. ആ പ്രോമിസറിന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കാതിരുന്ന അല്ലെങ്കിൽ സാധിക്കത്തില്ലാത്ത ഏതോ ഒരു കാരണം കൊണ്ട് ആ ഒരു ഇവന്റ് ഇമ്പോസിബിൾ ആയിട്ട് മാറി. തേർഡ് പാരയിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് എ ലയബിലിറ്റി. അവിടെ പ്രോമിസറിന് നോളജ് ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ റീസണബിൾ ഡെലിജൻസ് ഉപയോഗിച്ച് അയാൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ, then he is liable to make compensation to the promisee. And discharge of contract by supervening impossibility or illegality not subject to the intention of the parties. So അവിടെ ഇന്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ഉണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സെക്ഷൻ 32 ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു പോർഷനാണ്. 32ന്റെ പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻഫോഴ്സ്മെന്റ് ഓഫ് കോൺട്രാക്ട്സ് contingent on an event happening. So contingent contracts to do or not to do anything if an uncertain future event happens cannot be enforced by law unless and until that event has happened. And if the event becomes impossible, such contracts becomes void. ഈ ഒരു കോൺട്രാക്ടിന്റെ സെക്ഷൻ 56 എടുക്കുമ്പോൾ വലിയ ലോങ് ഡിസ്കഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന പാൻഡമിക്കിന്റെ ഒക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എൻട്രി ചെയ്തേക്കുന്ന കോൺട്രാക്ട് ഫ്രസ്ട്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ലോസ് ഡിസ്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവിടെ നമുക്ക് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ലോസിൽ വളരെയധികം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെക്ഷൻ 56 ആണ്. ഈ സെക്ഷൻ 56നെ തന്നെ നമുക്ക് പല വിധത്തിലും പല ഫോംസിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒന്ന് ഫോഴ്സ് മേജർ ക്ലോസുമായിട്ട് ബന്ധം. ഫോഴ്സ് മേജർ ക്ലോസ് ഈസ് അനദർ പ്രിൻസിപ്പിൾ, ബട്ട് ഹിയർ we have that in the form of like supervening impossibility and illegality. Force major clause is something which you are learning under law of torts. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ ഫോഴ്സ് മേജർ ക്ലോസിന്റെയും ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊവിഷനിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സെക്ഷൻ 56 ബന്ധപ്പെട്ടിട്ടാണ്. മറ്റ് ക്ലോസസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ അഡ്വേഴ്സ് ചേഞ്ചസ് അല്ലെങ്കിൽ MAC ക്ലോസസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു മെർജർ ആൻഡ് അക്വിസിഷൻ എഗ്രിമെന്റോ അല്ലെങ്കിൽ ഒരു M&A അല്ലെങ്കിൽ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റോ ഒക്കെ എൻറ്റർ ചെയ്യുമ്പോൾ MAC ക്ലോസസ് ഉണ്ട്. മെറ്റീരിയൽ അഡ്വേഴ്സ് ക്ലോസസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇതിനെല്ലാം നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയും. മെറ്റീരിയൽ അഡ്വേഴ്സ് ക്ലോസസ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിന്റെയും ലൈക്ക് റീസൺസ് എന്ന് പറയുന്നത് later when they are entering into the contract, അവിടെ പ്രത്യേകിച്ച്
സംഭവങ്ങളൊന്നുമില്ല. പ്രോപ്പർലി അവരെ എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മുടെ ഈ സെക്കൻഡ് പാര പറയുന്നത് പോലെയുള്ള പ്രിൻസിപ്പിൾ. അതായത് ഓൾറെഡി ഒരു കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. They are entering into a contract. A company B company തമ്മിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ബട്ട് ലേറ്റർ ഇറ്റ് ബിക്കം adversely affected because of certain event that was not in their control. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ MAC ക്ലോസസ് വരുന്ന ഒരു മെർജർ എഗ്രിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അവര് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഡിസിഷനും എടുത്തിരുന്നു. പക്ഷെങ്കിൽ അറ്റ് എ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം അവർക്ക് ഗവൺമെന്റിന്റെ പെർമിഷൻ കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാം മെർജർ എന്ന് പറയുന്നത് ലോട്ട് ഓഫ് നമ്പർ ഓഫ് എന്താ പറയാ കംപ്ലയൻസ് റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാനുണ്ട്. അത് ബോർഡിന്റെ കംപ്ലീറ്റ് അപ്രൂവൽ എടുക്കണം. ബോർഡിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമായിരിക്കും ദേ വിൽ ബി കമ്മിങ് ടു ദ എഗ്രിമെന്റ്. പക്ഷെ അതിനുശേഷം ദേ ഹാവ് ടു ടേക്ക് പെർമിഷൻ ഓഫ് ദ രജിസ്ട്രാർ, they have to take permission of competition commission, they have to take permission of national company law tribunal, like that lot of compliance requirements are there. You know it very well. എന്നെക്കാൾ നന്നായിട്ട് ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഒരു കംപ്ലയൻസ് റിക്വയർമെന്റ്സ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി എന്നിരിക്കട്ടെ, ഈ സ്റ്റക്കായെങ്കിൽ they can change it and they can go further. But on the other side, if it is not possible to go further എന്നാണെങ്കിൽ എന്ത് ചെയ്യും? മുന്നോട്ട് അവർക്ക് ഇനിയും പോകാനേ സാധിക്കുന്നില്ല. അവിടെയാണ് ഈ മെറ്റീരിയൽ അഡ്വേഴ്സ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ക്ലോസസിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ദിസ് ഈസ് സംതിങ് ദേ എൻഡർ ഈവൻ at the time of inception of that contract itself. ഇതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സെക്ഷൻ 56 ആണ്. കമ്പനീസ് ആക്ട് നമുക്ക് ഇതുപോലൊരു ക്ലോസ് തരുന്നില്ല, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആക്ട് നമുക്ക് ഇതുപോലൊരു ക്ലോസ് തരുന്നില്ല. ഇതിനെല്ലാം നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലീഗൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 56 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, അതായത് ഇപ്പം നമുക്ക് 2020 എന്ന് പറയാം, 2020 we can see like lot of agreements became frustrated because of pandemic. 2021 വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിക്വേഷൻസ് ഉണ്ട്, ഒരുപാട് ലോസ് അതിന്റെ പേരിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗൈഡ് ലൈൻസ് അതിന്റെ പേരിൽ വന്നിട്ടുണ്ട്. നമ്മുടെ UN സിട്രാല് യു മസ്റ്റ് ബി നോയിങ്, യുഎന്റെ ട്രേഡും ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന യുഎന്റെ വിങ് ആണ് UN സിട്രാൽ എന്ന് പറയുന്നത്. UN സിട്രാലിന്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പാൻഡമിക് വന്നു കഴിയുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലോസ് ആസ് ഓഫ് നൗ വി ഹാവ്. ബട്ട് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, 2020 നമുക്ക് ഏറ്റവും എന്താ പറയാ പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു റീസൺ ആണ്. 2019 എൻഡില് 2020 ഒരു മാർച്ച് വരെ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ ഗവൺമെന്റ് പോലും അതിശയിച്ച് നിൽക്കുകയായിരുന്നു. എന്ത് ചെയ്യും? ദേ ആർ നോട്ട് ഏബിൾ ടു മൂവ് ഫർദർ, cannot take another step. അപ്പൊ എൻ്റർ ചെയ്ത കോൺട്രാക്ട്സ് ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയി, ലോക്ക്ഡൌൺ ആയി, കൺട്രീസ് ക്ലോസ് ഡൗൺ ചെയ്തു. ഈ ഒരു സെക്ഷൻ 56 ഉള്ള ആ ഒരു വൈഡ് ആപ്ലിക്കേഷൻ അതാണ്. ഇവിടെ ഇന്റൻഷൻ ഓഫ് ദ പാർട്ടീസ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് പോയത്. സെക്ഷൻ 32 സെക്ഷൻ 56 തമ്മിൽ ഒരു വലിയ റിലേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ 32 നമുക്ക് കാണുന്നുണ്ട് എ കണ്ടീഷൻ ഓൺ ആൻ ഇവന്റ് ഹാപ്പനിങ്. അതായത് സെക്ഷൻ 32 56 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സെക്ഷൻ 32 കോൺട്രാക്റ്റിൽ ആ ടേംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി സംഭവിക്കുന്നതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏത് റീസൺ കൊണ്ട് അങ്ങനെ ഒരു ഇമ്പോസിബിലിറ്റി സംഭവിക്കാം എന്നതിനെ പറ്റിയിട്ട് ആ കോൺട്രാക്റ്റിൽ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ സെക്ഷൻ 32. And if that is not expressly declared or expressly given in the contract, we have to depend upon section 56. അതാണ് സെക്ഷൻ 32 56 തമ്മിലുള്ള വ്യത്യാസം. ഇനി അഗെയിൻ ഞാൻ ആദ്യമേ പറഞ്ഞു, ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ UK ലോസ് ഡിസ്കസ് ചെയ്യുന്നത് പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ UK ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ UK എങ്ങനെയാണ് അതിനെ ഹോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സെക്ഷൻ 32 ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷന്റെ കീഴിൽ തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതായത് അവിടെ സെപ്പറേറ്റ്ലി വേറൊരു പ്രിൻസിപ്പിൾ അല്ല. ടേംസ്, കോൺട്രാക്ട് ടേംസ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു ഇവന്റിനെ പറ്റിയിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലേലും ദാറ്റ് ഈസ് ലൈക്ക് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. നമ്മൾ ആ ഒരു പ്രിൻസിപ്പിളിനെ അഡോപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് സെക്ഷൻ 32 കണ്ടിജന്റ് ഇവന്റ്സിന്റെ ഒപ്പം നമ്മൾ
ടേംസിൽ കോൺട്രാക്ട് ടേംസിൽ പറഞ്ഞേക്കുന്ന ഇമ്പോസിബിലിറ്റിയെ പറ്റിയിട്ട് ആ ഒരു ഇമ്പോസിബിലിറ്റി ആണ് സംഭവിക്കുന്നതെങ്കിൽ then section 32 will attract, but if it is not such an event, then we will take section 56. Seems like convincing, because നമ്മൾ ആ ഒരു കാര്യം നമ്മൾ നേരെ അതുപോലെ അഡോപ്റ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്തപ്പോൾ അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ വരുത്തി അതിനെ അഡോപ്റ്റ് ചെയ്യേണ്ട രീതിയിൽ അഡോപ്റ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ദെൻ എനിക്ക് അതുമായിട്ട് ചേർത്തിട്ട് 1-2 കേസ് ലോസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ ഗോപാൽ ഗംഗാചരൺ വേഴ്സസ് ഫയം രാംചരൺ രാം ഗോപാൽ 1952 കേസാണ്. The Supreme Court emphasized that so far as the courts in this country are concerned, they must look primarily to the law as embodied in section 32 and section 56 of the contract. ഒരു ഇമ്പോസിബിൾ ഇവന്റ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ തിങ്ങിന്റെ ഹാപ്പനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കോർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് സംഭവിച്ചോ അല്ലെങ്കിൽ ഇമ്പോസിബിലിറ്റി സംഭവിച്ചോ എന്ന് നോക്കുമ്പോൾ കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ, 2 സെക്ഷൻസ് they will be analyzing, that is section 32 on one hand and section 56 also. And then Satyapatra Ghosh versus Mukniram Bangur and Company. This is also one of the famous case. But Mukherjee justice in the വ്യൂസ് ഇത് എടുത്ത് വായിക്കാമെങ്കിലും നല്ലതാണ്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഇമ്പോസിബിലിറ്റിയെ നമുക്ക് ലൈക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. നമ്മൾ വെറുതെ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പോരാ, മോർ ദാൻ ദാറ്റ് ഷുഡ് ബി സംതിങ് പ്രാക്ടിക്കൽ. അതാണ് ഈ സത്യപത്ര ഘോഷ് വേഴ്സസ് മുക്നീരം ബങ്കൂർ ആൻഡ് കമ്പനിയുടെ ആ കേസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. Was stated that in this particular case, it was stated that section 56 laid down a rule of positive law and did not leave the matter to be determined according to the intention of the parties. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. ഇന്റൻഷൻ ഓഫ് പാർട്ടീസ് നോക്കിയിട്ടല്ല. സോ നമുക്ക് നമ്മളുടെ പ്രൊവിഷൻസ് സെക്ഷൻ 32ഉം സെക്ഷൻ 56ഉം അനലൈസ് ചെയ്തിട്ട് ഫ്രം ദെയർ ഇറ്റ്സെൽഫ് വി ആർ ടേക്കിംഗ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ. ഇന്റൻഷൻ ഓഫ് പാർട്ടീസ് നോക്കിയിട്ടാണ് doctrine of frustration UK ഡിസൈഡ് ചെയ്യുന്നത്. ബട്ട് ഫോർ ആസ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. എന്തോ കാര്യം സംസാരിക്കാനുണ്ടോ ആർക്കെങ്കിലും? From somewhere I can listen some noise. എന്തെങ്കിലും ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? Is it clear? Is it clear? Am I audible? Yes, sir. So ഇവിടെ 2 maxims ഉള്ളത്. Lex non cogit ad impossibilia, that is the law does not compel impossible. Impossible ആയിട്ടുള്ള ഒരു കാര്യം കമ്പൽ ചെയ്യാൻ സാധിക്കത്തില്ല. So this is one of the legal maxim connected to this. Impotentia excusat legem, where the law creates a duty or charge and the party is disabled to perform it. So where the law creates a duty or charge and the party is disabled to perform it. So law create ചെയ്യാണ് ഒരു ഡ്യൂട്ടിയോ ചാർജോ where പാർട്ടിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെയും ഈ പറഞ്ഞ ഇമ്പോസിബിലിറ്റി തന്നെയാണ് സംഭവിക്കുന്നത്. റെൽ വേഴ്സസ് ഹെൻറി എന്ന് പറയുന്ന കേസ് യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. കൊറോണേഷൻ കേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കേസാണ്. കൊറോണേഷൻ കേസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. കിങ് എഡ്വേർഡ് 7th വേൾഡ് ഹിസ്റ്ററി തന്നെ വലിയ പ്രാധാന്യത്തോട് കൂടിയിട്ട് കാണുന്ന കിങ് എഡ്വേർഡ് 7th കൊറോണേഷൻ പൊസഷൻ നടക്കേണ്ടത് 1 കൊല്ലം മുമ്പേ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു. നമ്മുടെ ഒരു വലിയ ഇവന്റ് നടക്കാൻ പോവുകയാണ്. കിങ് എഡ്വേർഡിന്റെ കൊറോണേഷൻ ആണ്. ആ കൊറോണേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളുടെ പൊസഷൻ നടക്കും. അത് സ്ട്രീറ്റിലൂടെ കടന്നു പോകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിരുന്നു. ആൻഡ് വാസ് എക്സ്പെക്ടഡ് ടു പാസ് ബൈ ദാറ്റ് ഫ്ലാറ്റ് 26th and 27th June 1902. 1902 26th-നും 27th-നും ജൂൺ 26നും ജൂൺ 27നും നടക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. അപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് ഈ പ്രൊസഷൻ കാണാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റുമുള്ള ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ ഹോട്ടൽസോ ഒക്കെ എല്ലാവരും റെന്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഈ ഒരു കേസ് എടുത്താൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതൊരു ഒറ്റ കേസ്
ഈ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് പറയാമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കേസുകളുണ്ട്, ഇഷ്ടംപോലെ കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇൻസ്റ്റന്റുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ട്, ഈ ഒരു കിങ് എഡ്വേർഡിന്റെ ഈ ഒരു ഇൻസ്റ്റന്റുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ട് തന്നെ അതിന്റെ ചുറ്റും തന്നെ നടക്കുന്ന ഒരുപാട് സംഗതികൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ സമാനമായ ഒരുപാട് കേസുകളുണ്ട്. ഇത് ജസ്റ്റ് വൺ ഓഫ് ദോസ് കേസസ് ഉള്ളി. ആൻഡ് ദ ഡിഫൻഡന്റ് ഹയർഡ്, നമ്മുടെ ഈ കേസിലെ ഡിഫൻഡന്റ് ഹയർഡ് ദ ഫ്ലാറ്റ് ഫോർ ദോസ് 2 days. ഈ 2 ദിവസത്തേക്ക് അയാള് ഫ്ലാറ്റ് ഹയർ ചെയ്തു. ദ കോൺട്രാക്ട് മെയ്ഡ് നോ റെഫറൻസ് ടു ദ കൊറോണേഷൻ പൊസഷൻ. കോൺട്രാക്റ്റിൽ പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും കൊറോണേഷൻ പൊസഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. ഓണിംഗ് ടു ദ സഡൻ ഇൽനെസ് ഓഫ് കിങ് എഡ്വേർഡ് 7. നിങ്ങളെ ഓർമ്മയുണ്ടാവും നിങ്ങൾ ഈ കേസ് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പെട്ടെന്ന് വയറുവേദന വന്നു. അങ്ങനെ അദ്ദേഹത്തിനെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി. ആ ഒരു ഇവന്റ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ യു വിൽ ബി ഏബിൾ ടു ലേൺ ദ കംപ്ലീറ്റ് സ്റ്റോറി. പെട്ടെന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. അദ്ദേഹത്തിന് ഒരു സർജറിയിലേക്ക് പോവുകയാണ്. സോ ഇൻ നോ വേ ഹി വിൽ ബി ഏബിൾ ടു അറ്റൻഡ് ദിസ് പർട്ടിക്കുലർ ഇവന്റ്. വളരെ കാലങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു ഇവന്റ് നടക്കാൻ സാധിക്കാതെ എഡ്വേർഡ് 7 അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അദ്ദേഹത്തിന്റെ ചുറ്റും അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ ആ പ്രൊസഷൻ കാണാനും ഇരുന്നവർക്ക് എല്ലാവർക്കും അതൊരു വലിയ അടിയായിരുന്നു. There was no procession therefore on those days. അതുകൊണ്ട് പ്രൊസഷൻ നടന്നില്ല. പ്ലെയിന്റിഫ് സ്യൂഡ് ഫോർ റെന്റ്. പ്ലെയിന്റിഫ് നമ്മുടെ ഫ്ലാറ്റിന്റെ ഉടമ റെന്റിന് വേണ്ടിയിട്ട് സ്യൂ ചെയ്തു. അണ്ടർ ദ കോൺട്രാക്ട് ദ റെന്റ് became payable after 27th June, but before that time the purpose has been frustrated owing to the cancellation of the coronation possession, and it was held that the plaintiff could not recover the rent. So plaintiffina rent recover ചെയ്യാൻ സാധിക്കില്ല എന്ന് കോർട്ട് ഡിസൈഡ് ചെയ്തു. So that was the case of Krell versus Henry, കിങ് കൊറോണേഷൻ കേസ് എന്ന പേരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കേസ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ലൈക്ക് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇവന്റ് ആണ്. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് study more about it. It's very interesting, and you know that most of you are either teachers or students who has completed or otherwise professionals, so I know that you know it very well. Just to brush up your thoughts. So impossibility എന്ന് പറയുന്നതിനെ നമുക്ക് 3 തരത്തിൽ തിരിക്കാം. ഇമ്പോസിബിലിറ്റി ഓൾറെഡി നോൺ ടു us, അതാണ് നമ്മൾ ഇല്ലുസ്ട്രേഷൻ എയിൽ കണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൻ 56ന്റെ ഫസ്റ്റ് പാരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തത് ഇമ്പോസിബിലിറ്റി അൺനോൺ ടു ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദി കോൺട്രാക്ട്. ഇത് അൺനോൺ ആണ്. അത് അവിടെ നമുക്ക് അറിയില്ല അവിടെ ഒരു എന്താണ് ഒരു ഇമ്പോസിബിലിറ്റിക്കുള്ള സാധ്യതയുണ്ടെന്ന്, അല്ലെങ്കിൽ ഇമ്പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് വിച്ച് അറൈസസ് സബ്സിക്വന്റ് ടു ദ ഫോർമേഷൻ ഓഫ് ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തതിനു ശേഷം സബ്സിക്വന്റ്ലി അറൈസ് ചെയ്യുന്ന ഇമ്പോസിബിലിറ്റി. ഇങ്ങനെ 3 വിധത്തിൽ നമുക്ക് ഇമ്പോസിബിലിറ്റിയെ കാറ്റഗറൈസ് ചെയ്യാം. ഈ ഇമ്പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു എൻ്റയർ സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഫ് യു വാണ്ട് ടു ഷെയർ സം തോട്ട്സ് ഓർ ഇഫ് യു വാണ്ട് ടു ഹാവ് സംതിങ് ടു ഡിസ്കസ്, ക്ലാരിഫൈ, പ്ലീസ് ലെറ്റ് മീ നോ. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ദെൻ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ്. എന്തെങ്കിലും ഉണ്ടോ? Is it clear to you? Yes, sir. Clear ആണ് sir. Fine. We will move. അല്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് ഒന്നും തീരത്തില്ല. സോ നമ്മൾ 56ഉം 57ഉം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അതിന്റെ ഒരു 1 ലൈനിൽ ആരെങ്കിലും ഒരു ഉത്തരം പറയൂ? എന്തായിരുന്നു 57ഉം 58ഉം? നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തതാ. അത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആ സെക്ഷൻ? ഇല്ല അല്ലേ? Reciprocal promises. പാടില്ല. അതെ, റെസിപ്രോക്കൽ പ്രോമിസസ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഡോക്ട്രിൻ ഓഫ് ബ്ലൂ പെൻസിൽ റൂൾ ആണത്. ഞാൻ പറഞ്ഞു, ഇനി അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. ബ്ലൂ പെൻസിൽ റൂൾ എന്ന് പറയുന്നത് ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ് ആണ് ഡിസൈഡിങ്. അതായത് നമ്മൾ സെക്ഷൻ 24ഉം ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, പാർഷ്യലി ലോഫുൾ ആണ് എങ്കിൽ വോയിഡ് ആണ് എന്ന്. നമ്മൾ സെക്ഷൻ 57, 58ലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. അതായത് 2 പ്രോമിസ് അവിടെ ഉണ്ട്. അതിൽ ഒരു പ്രോമിസ് ലീഗലും ഒരു പ്രോമിസ് ഇല്ലീഗലുമാണ് എങ്കിൽ
അവിടെ ലീഗൽ ആയിട്ടുള്ളതിനെ നമുക്ക് ഫർദർ നമുക്ക് അതിനെ എടുക്കാം. അറ്റ് ദ സെയിം ടൈം ഇല്ലീഗൽ ആണെങ്കിൽ വി കനോട്ട് ടേക്ക് ഇറ്റ് ഫർദർ. അതായിരുന്നു ബ്ലൂ പെൻസിൽ റൂൾ. ബ്ലൂ പെൻസിൽ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ശ്രീനിവാസനെ പോലുള്ളവരൊക്കെ ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബ്ലൂ പെൻസിൽ വെച്ചിട്ട് കറക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഗതി, അതിനെയാണ് നമ്മൾ ബ്ലൂ പെൻസിൽ റൂൾ എന്ന് പറയുന്നത്. അതാണ് സെക്ഷൻ 57-ഉം 58-ഉം ഡിസ്കസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. ഇവിടെ ലീഗൽ പാർട്ടിനെ നമുക്ക് we can take it further in the sense like reciprocal to do certain things which are legal, and secondary under circumstances to do certain other things which are illegal. The first set of promise is a contract, but the second is void agreement. So ഇവിടെ void agreement ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So first set എന്ന് പറയുന്നത് it can be enforced and second set cannot be enforced. ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഞാൻ ഡിസ്കസ് ചെയ്ത കേസ് എന്ന് പറഞ്ഞാൽ കാനറ ബാങ്ക് വേഴ്സസ് KL രാജ് ഗ്രഹിയ ആണ്. ഞാൻ പറഞ്ഞു ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ബിൽഡിംഗ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അതിനുള്ള അനുമതി കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. രണ്ടും സെയിം കോൺട്രാക്റ്റിൽ തന്നെയാണ് വന്നത്, പക്ഷെ രണ്ടും രണ്ട് പാർട്ടായിട്ട് കിടക്കും. രണ്ടും സിവിയർ ചെയ്യാൻ കഴിയുമോ? ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു പാർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി ആണ്. സോ അതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സിവിയർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ലീഗലും ലീഗലും ഓക്കെ, ലീഗൽ സിവിയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ലീഗൽ ഓർ ദാറ്റ് ഈസ് സംതിങ് ഇല്ലീഗൽ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ആ ലീഗൽ പാർട്ടിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാം, ഇല്ലീഗൽ പാർട്ടിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതായിരുന്നു നമ്മൾ സെക്ഷൻ 56-ഉം 57-ഉം 57-ഉം 58-ഉമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോട്ടെ. എനിത്തിങ് എൽസ്? 57-ഉം 58-ഉം ക്ലിയർ ആണോ? നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത് ആ പോർഷൻ. എനിബഡി? എന്തെങ്കിലും ഉണ്ടോ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാൻ തിരിച്ച്? സോ നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് പോകണം, അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്സ്. നിങ്ങൾക്ക് ഈ രണ്ട് കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ? ആർക്കെങ്കിലും പരിചയമുണ്ടോ? പരിചയം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മൾ പച്ച മലയാളികളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനെയൊരു ഫോട്ടോ ഇട്ടേക്കുന്നത്. മലയാളികൾ അല്ലാത്തവരാരും ഇല്ലല്ലോ ഇതിനകത്ത്. I'm completely discussing in Malayalam, then how I can ask this question, right? ആരെങ്കിലും മലയാളികൾ അല്ലാത്തതായിട്ടുണ്ടോ? Is there anyone who is from outside Kerala? ഇല്ലല്ലോ അല്ലേ? ഈ രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? Yes sir, പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസിലെ ഗംഗാധരന്റെ കടം കൊടുത്ത സർദാർജിയുമാണ്. സർദാർജിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. എനിവേ, ജസ്റ്റ് കൺസിഡർ ടു ക്യാരക്ടേഴ്സ്. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്സ് ആണ്, കടം വാങ്ങി തിരികെ കൊടുക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, നല്ലൊരു ഇൻസ്റ്റൻസ് ആണ്. പണ്ട് സഫിസാറിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങളൊക്കെ കേട്ടോ, ഞാനും സന്ദീപ് സാറും ഒക്കെ. അപ്പം ഞങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, സന്ദീപ് സാർ എൻ്റെ ജൂനിയർ ആണ്, ഞാൻ വേറെ ബാച്ചായിരുന്നു. എങ്കിൽ കൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്നും പഠിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്സ് ഒക്കെ പറയുമ്പോൾ എൻ്റെ തലയിലൂടെ ഒക്കെ പോകുന്ന ചിന്തകൾ ഗംഗാധരനും സർദാർജിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ കൺസിഡർ ഇറ്റ് ഇൻ ഡിഫറെന്റ് വേ. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അപ്രോപ്രിയേറ്റ് ആകുന്നത് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിയെടുക്കാം. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം സെക്ഷൻ 59, 50, 60, 61 വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കടങ്ങൾ ഉണ്ടായിരുന്നു, ഒരു കടമല്ല പല കടങ്ങൾ, പല ആവർത്തി കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ ജാനുവരി 1 2020 വാങ്ങി, ജാനുവരി 30 2020 വാങ്ങി, അല്ലെങ്കിൽ ജൂൺ 1 2020 വാങ്ങി, ഇങ്ങനെ സീരീസ് ഓഫ് കടങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേര്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഓർമ്മയിൽ വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചത്, ഗംഗാധരനും നമ്മുടെ പഞ്ചാബി ഹൗസിലെ ആ ഒരു ക്യാരക്ടർ. സോ വാട്ട് ഹാപ്പൻ ഹിയർ ഈസ്, യു നോ,
where a debtor owing several distinct debts to one person which makes a payment to him either with express intimation or under circumstances implying that the payment is to be applied to the discharge of some particular debt, the payment, if accepted, must be applied accordingly. ഞാൻ അതിന്റെ കൂടുതൽ ടൈം എടുക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. If you have doubts, we will discuss further. But debtor പല ഡിസ്റ്റിങ് ഡെപ്സ് ഉള്ളപ്പോൾ ഡെപ്റ്റർ പറയുകയാണ് എനിക്ക് ഞാൻ അപ്പം ജാനുവരി 1 ഡെപ്റ്റ് ഉണ്ട്, ജാനുവരി 30 ഡെപ്റ്റ് ഉണ്ട്, ജൂൺ 1 ഡെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ 3-4 ഡെപ്റ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ വന്നിട്ട് സർദാർജിയോട് പറയുകയാണ് ഞാൻ ജൂൺ 1 വാങ്ങിയ ഡെപ്റ്റിലേക്ക് ഈ 10,000 രൂപ വക വരുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഡെപ്റ്ററിന്റെ ഇന്റൻഷൻ എന്തായിരുന്നോ അല്ലെങ്കിൽ അയാളുടെ ഇൻഡിക്കേഷൻ എന്താണോ അതനുസരിച്ച് തന്നെ അത് ആ ലെൻഡർ അല്ലെങ്കിൽ ആ ക്രെഡിറ്റർ അത് വകയിരുത്തണം. ജാനുവരി 1 ജാനുവരി 30 പേയ്മെന്റ്സ് അത് അതുപോലെ തന്നെ അവിടെ നിൽക്കും, അല്ലെങ്കിൽ അത് ഡെപ്റ്റ്സ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. അതാണ് സെക്ഷൻ 59 പറയുന്നത്. ഇനി സെക്ഷൻ 60 പറയുന്നത് where the debtor has omitted to intimate and there are no other circumstances indicating to which the debt is paid, the payment is to be applied. The creditor may apply it at his discretion to any lawful debt actually due and payable to him from the debtor, whether its recovery is or is not barred by the law in force for the time being as to the limitation of suits. അതായത് നമ്മുടെ ജനാർദ്ദനന്റെ ക്യാരക്ടർ, ഹനീഫയുടെ ക്യാരക്ടർ പറയുന്നില്ല ജൂൺ 1 ഡെപ്റ്റിലേക്ക് തന്നെ വേണം ഇത് വകയിരുത്താനെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർദാർജിക്ക് ഹി ക്യാൻ ലൈക്ക് അപ്രോപ്രിയേറ്റ് ഇറ്റ് വിത്ത് എനി പേയ്മെന്റ്സ്, എനി ഡെപ്റ്റ്സ്. ഡിസ്റ്റിങ് ഡെപ്റ്റ്സ് നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഏത് ഡെപ്റ്റ്സിലേക്ക് വേണമെങ്കിലും അതിനെ വകയിരുത്താവുന്നതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് സെക്ഷൻ 60 is. And section 61 ഇത് രണ്ടും സംഭവിക്കുന്നില്ല എങ്കിൽ neither party makes any appropriation, the payment shall be barred by the law in force. The payment shall be in discharge of the debts in order of time. ഇത് രണ്ടുപേരും സർദാർജിയും പറയുന്നില്ല ഗംഗാധരനും പറയുന്നില്ല എങ്കിൽ ആസ് പെർ ദ ഓർഡർ ഓഫ് ടൈം ജാനുവരി 1 ഡെപ്റ്റ് ആകും ആദ്യം അപ്രോപ്രിയേറ്റ് ചെയ്യുക. Then the court will decide upon it, and whether they are or not barred by the law in force for the time as to the limitation of suits. If the debts are of equal standing, the payment shall be applied in discharge of each proportionately. ഒരേ സമയത്ത് തന്നെ അധികം ഡെപ്സ് ആണ് ഉള്ളതെങ്കിൽ, നമ്പർ ഓഫ് ഡെപ്സ് ആർ ഓൺ ദ സെയിം ഡേ എന്നാണ് എങ്കിൽ അത് പ്രൊപ്പോർഷനേറ്റ്ലി ഇതിലേക്കെല്ലാം ഡിവൈഡ് ചെയ്ത പ്രൊപ്പോർഷൻ ആയിട്ട് ഇതെല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്ത് പോകും. This is what section 50, 59, 60 and 61 is. Anything else you want to discuss, clarify here? Section 59, section 60, 61. We are running out of time. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടോ ഡിസ്കസ് ചെയ്യാൻ? ഇല്ല സർ, ക്ലിയർ ആണ്. ഇവിടെ ഒരു കേസ് ലോ ഉള്ളതും കൂടെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഡെവലപ്മെന്റ് സിൻഡിക്കേറ്റ് വേഴ്സസ് സ്മിതാബെൻ എച്ച് പട്ടേൽ എന്ന് പറയുന്ന കേസ് 1919 കേസാണ്. ഇവിടെ പറയുന്നത് rules of appropriation section 59 to 61 apply to distinct debts and not towards various sets of one debt. ഒരു ഡെപ്റ്റിന്റെ തന്നെ കീഴിലുള്ള പല ടൈറ്റിൽസിലേക്കല്ല, ഇത് പല ഡെപ്റ്റ്സിലേക്കാണ്. ഞാൻ പറഞ്ഞതുപോലെ പല ഡിസ്റ്റിങ് സമയത്തുള്ള ഡെപ്റ്റ് ആണ്. അത് ഒരു ഡെപ്റ്റിന്റെ കീഴിലുള്ള പല ടൈറ്റിൽസിലേക്കല്ല. അതൊരു കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. ഒരു ഡെപ്റ്റിന് തന്നെ ചിലപ്പോൾ അതിനകത്ത് പല ഹെഡ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. അതിലേക്കല്ല, മറിച്ച് ഡിസ്റ്റിങ് ഡെപ്റ്റ്സിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സെക്ഷൻ 59 60 ഒരുമിച്ച് റീഡ് ചെയ്യേണ്ടതാണ്. 59 പറഞ്ഞതുപോലെ ഡെപ്റ്ററിന് അങ്ങനെ ഒരു അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഇല്ലായിരുന്നെങ്കിൽ മാത്രമേ അത് 60 വരത്തുള്ളൂ. Then payment towards ഒരു ഡിക്രീറ്റൽ എമൗണ്ട് ആണെങ്കിൽ ആ ഡിക്രീറ്റൽ ഡിക്രി എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ അത് ചെയ്യണം. In the absence of such direction, firstly towards the interest and cost, thereafter in payment of principal amount. അങ്ങനെ ഒരു ഡിഗ്രി ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഇൻട്രസ്റ്റിലേക്കും അതിന്റെ കോസ്റ്റിലേക്കും thereafter the principal amountലേക്കും അത് പോകാം. ആദ്യം ഇൻട്രസ്റ്റും കോസ്റ്റും എല്ലാം കട്ട് ചെയ്തതിനു ശേഷമായിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോകും.
പോവുക എന്നാണ് അവിടെ പറയുന്നത്. This was subject to one exception, that is the parties may agree to the adjustment of payment in any other manner despite the decree. The onus of proving such an agreement would be on the person pleading agreement contrary to the general rule or above terms. ഇതല്ല എന്ന് പറഞ്ഞ ഒരാൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി the onus of proof is upon him. അപ്പം അത് നമ്മൾ ബർഡൻ ഓഫ് പ്രൂഫ് പറയുന്നത് പോലെ ഓണസ് ഓഫ് പ്രൂഫ് ആരുടെ പേരിലാണോ ആരാണോ തിരിച്ച് പറയുന്നത് അവരുടെ പേരിൽ അവർക്കായിരിക്കും അതിന്റെ പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം. ലാസ്റ്റ് പോർഷനോട് പറഞ്ഞ നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ദിസ് ഈസ് സംതിങ് വെരി മച്ച് നോൺ ടു യു. സെക്ഷൻ 62, 63, 64, 65, 67, 66, 67 എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ടൈറ്റിൽ. കോൺട്രാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പെർഫോം, കോൺട്രാക്ട്സ് പെർഫോം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോർഷൻസ് ആണ് 62 മുതൽ 67 വരെയുള്ള പോർഷൻസ്. ഇവിടെയാണ് ഇന്ന് തുടക്കത്തിൽ സഹന പറഞ്ഞ നൊവേഷൻ വരുന്നത്. ഈ നൊവേഷൻ നമുക്ക് ഏത് ടൈറ്റിൽ എടുക്കാം? നൊവേഷനും റിസർഷനും ഓൾട്ടറേഷനും ഒക്കെ. ഡിസ്ചാർജ്. യെസ്. I didn't hear you properly. Can you little agreement? Exactly. Discharge by agreements in the title നമുക്ക് ഇതിനെ എടുക്കാം. Effect of novation, recession and alteration of contract. And section 63 also, there also we can say both of this section 62 and 63 discharge സംഭവിക്കുന്നത് by agreement ആണ്. Promisee may dispense with all remit performance of promise. So innovation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു പാർട്ടി വരും. സെക്ഷൻ 62 ആണ് ഈ പറഞ്ഞ നൊവേഷനും റിസർഷനും ഓൾട്ടറേഷനും സംഭവിക്കുന്നത്. അപ്പം നൊവേഷനും റിസർഷനും ഓൾട്ടറേഷനും അല്ലെങ്കിൽ ഇനി 63 പറയുന്ന വേവറും റെമിഷനും ഇതിൽ ഏതെങ്കിലും ഒന്ന് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പഴയ കോൺട്രാക്റ്റിന് ആപ്ലിക്കേഷൻ ഒന്നും ഫർദർ ഇല്ല. എന്നാൽ എഗെയിൻ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പഴയ കോൺട്രാക്ട് കയറി വരാം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ്ലി വെൻ ദ ന്യൂ കോൺട്രാക്ട് ഈസ് അൺഎൻഫോഴ്സിബിൾ. പുതിയ കോൺട്രാക്ട് എൻറ്റർ ചെയ്തുവെങ്കിലും ദാറ്റ് ഈസ് സംതിങ് unenforceable or void. Then secondly, when the terms of the subsequent agreement itself refers to some of the original contract. ഒന്നെങ്കിൽ പുതുതായിട്ട് എൻറ്റർ ചെയ്ത കോൺട്രാക്ട് എന്ന് പറയുന്നത് അൺഎൻഫോഴ്സിബിൾ ആണ്, അല്ലെങ്കിൽ വോയിഡ് ആണ്, അല്ലെങ്കിൽ പുതുതായിട്ട് എൻറ്റർ ചെയ്ത കോൺട്രാക്ട് പഴയ കോൺട്രാക്റ്റിലേക്ക് റെഫർ ചെയ്യുന്നു. പിന്നെ എഗെയിൻ നൊവേഷൻ എന്ന് പറയുന്നത് നൊവേഷനെയും റിസർഷനെയും ഓൾട്ടറേഷനെയും റെമിഷനെയും വേവറിനെയും എക്സ്റ്റൻഷനെയും, ഞാൻ 63 പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങൾ റെമിഷനും വേവറുമാണ്. ദാറ്റ് ഈസ് ലൈക്ക് ഹിയർ യു ക്യാൻ സീ പ്രോമിസ് വിത്ത് മേ dispense with or remit performance of promise. Every promise may dispense with or remit wholly or in part the performance of the promise made to him, or may extend the time for such performance, or may accept instead of it satisfaction which he thinks fit. Accord and satisfaction is also a principle which we need to study along with this. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് 10,000 രൂപ തരാനുണ്ടായിരുന്നു, 8,000 രൂപ തന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇത് മതി, നീ എനിക്ക് കൂടുതൽ പേ ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ട്. then it is satisfied, it is remit, it is concluded there. അത് എൻ്റെ അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. അതർവൈസ് ഐ ക്യാൻ സേ ലൈക്ക് ദിസ് ഈസ് ക്യാൻ ബി റെമിറ്റഡ് ഓൾസോ, or I can say like I can waive it. എല്ലാത്തിനും കേൾക്കുമ്പോൾ സെയിം ആയിട്ട് തോന്നുമെങ്കിലും these are all having its own differences. നമുക്ക് അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, നൊവേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ പാർട്ടി, എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പുതിയ പാർട്ടി വരും. നമുക്ക് ഇപ്പം ഒരു കമ്പനിക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു വേറൊരു കമ്പനിയുമായിട്ട്, എ കമ്പനിയും ബി കമ്പനിയും ആണെന്ന് കരുതുക. എ കമ്പനി സി കമ്പനിയുമായിട്ട് മെർജ് ചെയ്തു. നൗ ഓൺവേർഡ്സ് സി കമ്പനിയാണ് എ കമ്പനിയുടെ പ്ലേസിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോ എ കമ്പനി എന്ന് പറയുന്നത് ഇനി നോ മോർ ഇൻ എക്സിസ്റ്റൻസ്. യു നോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മെർജർ, റൈറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പോൾ സി കമ്പനിയാണ് ഇനി മുതൽ എ കമ്പനിയുടെ എല്ലാ റൂൾസും എല്ലാ റോളും പെർഫോം ചെയ്യുന്നത്. ബി കമ്പനിയുമായിട്ട് ഉണ്ടായിരുന്ന ഒരു ലേബർ സപ്ലൈ കോൺട്രാക്ട് ആണെന്നിരിക്കട്ടെ. നാളെ ഈ കോൺട്രാക്ട് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒരു നൊവേഷനിലൂടെ ഓവർകം ചെയ്യാം അതിലുണ്ടാകുന്ന ചാലഞ്ചസിനെ. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന നെയിം എ എന്നായിരുന്നുവെങ്കിൽ അവിടെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്പനിയുടെ പേര്
ബി കമ്പനിയുടെ പേര് that can be given there so that like there will not be much challenges. അവിടെ അത് പുതിയൊരു പാർട്ടിയുടെ പേര് അവിടെ ചേർത്ത് ആ കോൺട്രാക്ട് തന്നെ they can continue. So this is a new party is introduced being introduced there. So substitution of existing agreement with new terms and conditions. Existing terms in the new terms and conditions ഒക്കെ അപ്പോൾ അവിടെ എഗ്രി ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് നൊവേഷൻ സംഭവിക്കുക. റിസഷൻ എന്ന് പറഞ്ഞാൽ പഴയ കോൺട്രാക്ടിന്റെ ക്യാൻസലേഷൻ ആണ്. ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള കുറച്ച് ക്ലോസസ് മാത്രം നമ്മൾ അമെൻഡ് ചെയ്യുന്നു. അത് റെമിഷൻ അല്ലെങ്കിൽ റെമിറ്റിംഗ് ആണ് നമ്മുടെ റെമിഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ നടക്കുക. ആൻഡ് വെയ്വറിൽ കൺസെഷൻ കൊടുക്കുകയാണ് ഓൺലി ഓർ ഇൻ പാർട്ട്. ദെൻ എക്സ്റ്റെൻഡിങ് ടൈം ഓഫ് പെർഫോമൻസ്, എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഓഫ് പെർഫോമൻസ്. ഇത് ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലൈക്ക് ബൈ എഗ്രിമെന്റ്. ഇതിലെ എല്ലാത്തിന്റെയും പ്രത്യേകത രണ്ട് പാർട്ടിയുടെയും എഗ്രിമെന്റോട് കൂടിയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നൊവേഷനിൽ ദർ ക്യാൻ ബി ചേഞ്ച് ഓഫ് പാർട്ടീസ്. അത് മാൻഡേറ്ററി അല്ല, ദറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷെ ബാക്കിയുള്ളതിലൊന്നും അത് സംഭവിക്കുന്നില്ല. എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടീസ് തമ്മിൽ തന്നെയാണ് റിസഷനോ ഓൾട്ടറേഷനോ റെമിഷനോ റെയ്വറോ എക്സ്റ്റൻഷനോ ഒക്കെ എഗ്രി ചെയ്യുന്നത്. Then vary rights and liabilities. നൊവേഷനിലാകുമ്പോൾ അവരുടെ റൈറ്റ്സും ലയബിലിറ്റീസും ഒക്കെ വേരി ചെയ്യും. അത് തന്നെ ഓൾട്ടറേഷനിലും റെമിഷനിലും വേവറിലും സംഭവിക്കും. റെമിഷനിലും വേവറിലും ഒരു പാർട്ടി വേറൊരു പാർട്ടിയോട് പറയുകയാണ് നിന്റെ ലയബിലിറ്റി ഇനിയും കുറച്ചേ ഉള്ളൂ, ഇനി മുഴുവനും കൂടെ നീ ചെയ്യണ്ട. രണ്ടാമത് വേവറിൽ പറയുന്നത് നിന്റെ ലയബിലിറ്റി നീ ഇനി ചെയ്യുകയേ വേണ്ട, അതാണ് വേവർ. റെമിഷൻ കുറച്ച് ചെയ്യുക എന്ന് പറയും. ദെൻ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. ഇത് ഇവിടെ എല്ലാം തന്നെ ആവശ്യമാണ്. എന്നാൽ യൂണിലാറ്ററലി എടുക്കുന്ന ഡിസിഷൻസും ഉണ്ടാകാം. അത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടി മറ്റേ പാർട്ടിയോട് പറയുകയാണ് നീ കുറച്ച് തന്നാൽ മതി, അവിടെ എന്റെ ഡിസിഷൻ മാത്രം മതി, ഞാൻ പറയുകയാണ് കുറച്ച് തന്നാൽ മതി എന്ന്. രണ്ടാമത് വേവറിന്റെ കാര്യത്തിൽ, ഫോർ എക്സാമ്പിൾ ദീപ്തി മാഡവും ഞാനും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ദീപ്തി മാഡം എന്നോട് പറയുകയാണ് ജിനോ ഇനി ഇത് മുതൽ ഇത്രയും ഇത് ചെയ്യണ്ട, ദിസ് ഈസ് ഇനഫ്, വാട്ട് എവർ യു ഡിഡ് ഈസ് ഇനഫ്. So that can be a kind of unilateral agreement. And the alteration this can happen when they have something they agreed. Dipti madam ഞാനും തമ്മിൽ എൻ്റർ ചെയ്ത കോൺട്രാക്റ്റിൽ, പ്രൈമറി കോൺട്രാക്റ്റിൽ തന്നെ we agreed that ഇത് this is something like we can എനിക്ക് തന്നെ ദീപ്തി മാഡം എന്നെ ഒരു ബ്ലാങ്ക് ചെക്ക് ഏൽപ്പിച്ചിട്ട് പറയുകയാണ് you go and deposit whatever amount you want, you can withdraw it from the bank എന്ന് പറഞ്ഞിട്ട് മാഡം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ I can put that amount in that blank check. അത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ us, ഞങ്ങൾ തമ്മിൽ എഗ്രി ചെയ്തതിനനുസരിച്ച് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. So that is also something, an alteration we can say, but in the way like it is already been agreed between them. ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഫ് യു വാണ്ട് ടു സേ ഡിസ്കസ് സംതിങ് ലെറ്റ് മീ നോ പ്ലീസ്. എനിബഡി? ഇവിടെ ബാക്കിയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് റിസഷൻ ഓഫ് വോയിഡബിൾ കോൺട്രാക്ട്. Anybody, any comments, any clarifications required? Section 62, 63. Time exceed ചെയ്യുന്നു നമ്മൾ ഓൾറെഡി. എന്തെങ്കിലും കാര്യമുണ്ടോ? സെക്ഷൻ 64 എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് റിസഷൻ ഓഫ് വോയിഡബിൾ കോൺട്രാക്ട് ആണ്. വോയിഡബിൾ കോൺട്രാക്ട് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ വോയിഡബിൾ കോൺട്രാക്ട് രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ വി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഗോ ഫർദർ, അല്ലേ? വോയിഡബിൾ കോൺട്രാക്ട് പ്രത്യേകത, ഒരു പാർട്ടിക്ക് ഐദർ ഹി ക്യാൻ റിസെന്റ് ദാറ്റ് കോൺട്രാക്ട് ഓർ ഹി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഗോ ഫർദർ വിത്ത് ദ കോൺട്രാക്ട്. ഇവിടെ റിസെന്റ് ചെയ്യുകയാണെങ്കിൽ he can recession, he can do that right of recession of a voidable contract. So if he is like rescinding that contract, then when a person at the option of such a contract is voidable rescinds it, the other party thereto need not perform any promise therein contained in which he is a promiser. The party rescinding a voidable contract shall, if he has received any benefit thereunder from another party to such contract, restore such benefit so far as may be to the person from whom it was received.
എന്തെങ്കിലും ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അതാണ് വോയിഡബിൾ കോൺട്രാക്ടിന്റെ കേസാണ് 64 പറയുന്നത്. 65ലേക്ക് വരുമ്പോൾ വോയിഡ് എഗ്രിമെന്റോ കോൺട്രാക്ട് ദാറ്റ് ബിക്കംസ് വോയിഡോ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റിസീവ് റിട്ടേൺ ഇറ്റ് ബാക്ക്. And an agreement is discovered to be void when a contract becomes void. Any person who has received any advantage under such agreement or contract is bound to restore it or make compensation for it to the person from whom he received it. ഇവിടെയാണ് മൈനറിന്റെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്പ്യൂട്ട് ഉള്ളത്. മൈനർ ഫ്രോഡുലന്റ്ലി ആണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ then how it will be. അവിടെ ഒരു എന്താ പറയാ ഇത്തിരി കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. ഡിഫറെന്റ് ഒപ്പീനിയൻ അതേ പറ്റിയിട്ടുണ്ട്. വി ക്യാൻ സേ ലൈക്ക് മൈനർ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. ബട്ട് സ്റ്റിൽ അഗെയിൻ സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ സെക്ഷൻ 31, 32, 33 ഒക്കെ നോക്കുമ്പോഴും യു ക്യാൻ സീ ദാറ്റ് ആ ഒരു ഒബ്ജക്റ്റീവ് ഇഫ് യു ക്യാൻ ട്രേസ് then definitely this has to be given back, otherwise not need to be given. പക്ഷെ ഫ്രോഡുലന്റ്ലി ആണെങ്കിൽ അതിനെ ക്ലെയിം ചെയ്യണം എന്ന് നമ്മുടെ ലോ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ വി ഹാവൻറ്റ് ഇംപ്ലിമെന്റഡ്. നമ്മൾ അതിനെ ലോയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ദിസ് ഈസ് ആൻ ഏരിയ വേർ യു ക്യാൻ ഹാവ് മോർ ഡിസ്കഷൻസ് ആൻഡ് റിസർച്ച്. ലോ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഈ ഒരു സെക്ഷനിൽ നമ്മുടെ മൈനറിന്റെ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അപ്ലൈഡ് ടു ദ മൈനർ എന്ന് പറയുന്ന കാര്യം. സെക്ഷൻ 66ഉം 67ഉം എന്താണെന്ന് വെച്ചാൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ റിവോക്കിംഗ് റിസഷൻ ഓർ വോയിഡബിൾ കോൺട്രാക്ട്. എങ്ങനെ വേണം വോയിഡബിൾ കോൺട്രാക്ടിന്റെ റിവോക്കേഷൻ നടക്കുക? മോഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ റിവോക്കിംഗ് റിസഷൻ ഓഫ് വോയിഡബിൾ കോൺട്രാക്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വേറെ എവിടെയാ പഠിച്ചിട്ടുള്ളത്? എനിവൺ? നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ ടൈം ആയോ? Am I audible? Yes, sir. Yes. Yes, sir. കമ്മ്യൂണിക്കേഷൻ വേറെ എവിടെയാണ് നമ്മൾ പഠിച്ചത്? ഏതെങ്കിലും സെക്ഷനിൽ നമ്മൾ പഠിച്ചോ? 4 and 5. എക്സാക്ട്ലി. For an offer and acceptance. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു. സോ സിമിലർലി ഹിയർ വി ക്യാൻ സീ സെഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓഫ് എ വോയിഡബിൾ കോൺട്രാക്ട്. മേ ബി കമ്മ്യൂണിക്കേറ്റഡ് ഓർ റിവോക്ഡ് ഇൻ ദി സെയിം മാനർ ആൻഡ് സബ്ജക്ട് ടു ദ സെയിം റൂൾസ് ആസ് അപ്ലൈഡ് ടു ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ or revocation of proposal. So proposal engine as applied to the communication or revocation of proposal. So proposal communicate ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ റിവോക്ക് ചെയ്യുന്നത് പോലെ സെയിം മാനറിൽ തന്നെ നമുക്ക് നമ്മുടെ വോയിഡബിൾ കോൺട്രാക്ടിന്റെ റിസഷനും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ പ്രപ്പോസൽ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്ന് നമ്മൾ മൂന്നിലും സെക്ഷൻ 4 and 5ലും section 3, 4, 5 are the sections which we can see where communication is discussing. So there we can understand like എങ്ങനെയാണ് communication of offer happens. In the same manner we can say communication of revocation of an voidable contract should also be done. That means like it has to be sent from one party to the other party. അതിന്റെ ഒരു പോസ്റ്റൽ റൂളും കാര്യങ്ങളും ഒക്കെ we discussed when we discussed section 3, 3 and 4. Just go through that. We will discuss in the next classes. If you have doubts regarding that, effect of neglect of promise to afford promiser reasonable facilities for performance. If any promisee neglects or refuses to afford the promiser reasonable facilities for the performance of his promise, the promiser is excused by such neglect or refusal as to any non-performance caused thereby. So here, if any promisee neglects or refuses to perform the promiser reasonable facilities, promiser എല്ലാ വിധത്തിലും ready ആണ് അയാളുടെ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാൻ, എന്നാൽ പ്രോമിസി അതിന് റെഡി അല്ല, അല്ലെങ്കിൽ അയാൾ റെഫ്യൂസ് ചെയ്യുകയോ നെഗ്ലക്ട് ചെയ്യുകയോ ചെയ്യുന്നു റീസണബിൾ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻ സച്ച് എ സർക്കംസ്റ്റാൻസ് വി ക്യാൻ സീ സെക്ഷൻ 67 and it says now promisor is excused from performing it. So promisorനെ സംബന്ധിച്ചോളം
പ്രോമിസി റീസണബിൾ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാത്തിടത്തോളം പ്രോമിസറിന് അത് പെർഫോം ചെയ്യേണ്ട കാര്യം ഇല്ല. അതിന്റെ ഇല്ലുസ്ട്രേഷൻസും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എ കോൺട്രാക്ട്സ് വിത്ത് ബി ടു റിപ്പയർ ബീസ് ഹൗസ്. പക്ഷേ എ വീട്ടിലേക്ക് വരുമ്പോൾ ബി പറയാണ് നീ എൻ്റെ വീട്ടിൽ കയറണ്ടാണ്. സോ ബിക്ക് പെർഫോം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ദ ലാസ്റ്റ് പോർഷൻ വിച്ച് ഐ വാണ്ട് ടു ഡിസ്കസ് വിത്ത് യു ഈസ് ബ്രീച്ച്. സോ ബ്രീച്ച് എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ആക്ച്വൽ ബ്രീച്ച് എന്നും ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്നും. ഇതിൽ ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം വെൻ ദ പെർഫോമൻസ് ഈസ് ഡ്യൂ, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ്. രണ്ട് വിധത്തിൽ ആക്ച്വൽ ബ്രീച്ച് സംഭവിക്കാം. പെർഫോമൻസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻ ദ കോഴ്സ് ഓഫ് പെർഫോമൻസ്, തുടരെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രാക്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒറ്റയടിക്ക് തീരുന്ന ഒരു കോൺട്രാക്ട് അല്ല, പക്ഷെ അതിന്റെ ഇടയ്ക്ക് വെച്ച് അത് ബ്രേക്ക് ആവുന്നു. അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്ന ആ സമയത്ത്, പെർഫോം ചെയ്യുന്ന ആ ഒരു സമയത്ത് അത് ബ്രീച്ച് ആവുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയാം. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കിയാണ്, സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ബ്രീച്ച്. സെക്ഷൻ 39 ഇതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ്, where anticipatory breach is happening. So section 39 എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോയാൽ, സെക്ഷൻ 39ൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, effect of refusal to party to perform promise only. When a party to a contract has refused to perform or disable himself performing his promise in its entirety, the promisee may put an end to the contract unless he has signified by words or conduct his acquiescence in its continuance. When a party to a contract has refused to perform or disable himself from performing his promise in its entirety, the promisee may put an end to the contract. So ഇവിടെ നമ്മൾ അതോറിറ്റി ബുക്സ് കാണുമ്പോൾ it is being analyzed as a kind of anticipatory breach more than an actual breach when we see section 39. ലോക്കിന്റെ ഒക്കെ ബുക്കുകൾ അങ്ങനെയാണ് അതിനെ പറയുന്നത്. സോ യു ക്യാൻ സീ ഹിയർ ലൈക്ക് ഹി ഹാസ് റിഫ്യൂസ്ഡ് ടു പെർഫോം ഓർ ഡിസേബിൾ ഹിംസെൽഫ് ഫ്രം പെർഫോമിംഗ്. സോ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാണ് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫുൾഫിൽ. സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, സോ യു ക്യാൻ സേ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച്. ദെൻ the other form of breach is actual breach. To take the anticipatory breach as actual breach and sue. So remedies എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആന്റിസിപ്പേറ്ററി ബ്രീച്ചിനെ ഒരു ആക്ച്വൽ ബ്രീച്ച് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അതിനെ കണ്ടുകൊണ്ട് യു ക്യാൻ ഗോ ഫോർ ഡാമേജസ് ആൻഡ് ക്ലെയിം ഫോർ അതർ റൈറ്റ്സ്. ഓൺ ദി അതർ ഹാൻഡ്, you can wait until the breach happens and then you can go for the remedies. So this is what section 37 to section 67 ആണ്. അറൌണ്ട് 30 സെക്ഷൻസ് ആണ്. നമ്മൾ 1 by 1 സെക്ഷനിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചു. ബൈ ടോപ്പിക് വൈസ് ഓൾസോ വി ട്രൈ ടു കവർ. ഇത്തിരി ടൈം നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലും ഐ ബിലീവ് വി വർ ഏബിൾ ടു ഗോ ത്രൂ ദിസ്. സെക്ഷൻ 64ഉം 65ഉമായിട്ട് ബന്ധപ്പെട്ടിട്ട് റെസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റെസ്റ്റിറ്റ്യൂഷ്യോ ഇൻ ഇന്റഗ്രാം. Restitution of an injured party to the situation which would have prevailed had no injury been sustained. Restoration to the original or pre-contractual position. So our contract like വരുന്നതിന് മുമ്പ് how their position was, it has to be retained with that position. That is what it is said. So restoration എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നതാണ്, if the seller has retained his land or sold it to a third party at no loss, he must refund the money paid to him by the purchaser. So that ലൈക്ക് അയാൾക്കുണ്ടായ നഷ്ടം കംപ്ലീറ്റ്ലി നികത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 56 മുതലുള്ള ഭാഗമാണ്. അതിൻ്റെ ഇടയ്ക്കും മുമ്പും ഒക്കെ നമ്മൾ ഈ പോർഷൻസ് പലതും പറഞ്ഞു പോയതാണ്. എങ്കിലും ലൈക്ക് we were able to complete it from section 46 to section 57. എന്തെങ്കിലും കാര്യങ്ങൾ if you want to discuss or need to clarify, please ask. Otherwise we will conclude now. It's already 9:48. Anybody? Sir, I think we can conclude. Okay.
Okay. Thank you, Jino sir. Thank you all for participating. We can wind up.